രണ്ടാം വർഷ കൊമേഴ്സ് വിഭാഗത്തിൻ്റെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിലെ ഒന്നാമത്തെ ചാപ്റ്ററായ റിവ്യൂ ഓഫ് C++ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ ശ്രമിക്കുകയാണ് ഈ വീഡിയോയിലൂടെ. ടെക്സ്റ്റ് ബുക്കിൽ പേജ് 17 കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾ: വാട്ട് ഈസ് മീൻ ബൈ ടോക്കൺ ഇൻ C++? നമുക്കറിയാം, ടോക്കൺ എന്ന് പറയുന്നത് C++ലെ ബേസിക് ബിൽഡിംഗ് ബ്ലോക്കാണ്. ക്യാരക്ടർ സെറ്റിലെ അക്ഷരങ്ങളും ചിഹ്നങ്ങളും കൂട്ടിച്ചേർത്ത് ഉണ്ടാക്കുന്ന വാക്കുകൾക്ക് അല്ലെങ്കിൽ പദങ്ങൾക്ക് പറയുന്ന പേരാണ് ടോക്കണുകൾ. സോ ടോക്കൺസ് ആർ ബേസിക് building blocks of C++ programs. They are made by one or more characters. They are classified into keywords, identifiers, literals, punctuators and operators. ഈ ടോക്കൺസിനെ നമ്മൾ 5 വിഭാഗങ്ങളാക്കി തിരിച്ചിട്ടുണ്ട്. അവ കീവേഡ്സ്, ഐഡൻറ്റിഫയേഴ്സ്, ലിറ്ററൽസ്, പങ്ക്ച്വേറ്റേഴ്സ്, ഓപ്പറേറ്റേഴ്സ് എന്നിങ്ങനെയാണ് അറിയപ്പെടുന്നത്. ഇനി രണ്ടാമത്തെ ചോദ്യം: റീഡ് ദ ഫോളോയിങ് ടോക്കൺസ് ആൻഡ് ഐഡൻറ്റിഫൈ ദ ടൈപ്പ് ഓഫ് ടോക്കൺസ് ടു വിച്ച് ഈച്ച് ഓഫ് ദീസ് ബിലോങ്സ്. ടോക്കൺസ് നമ്മൾ പറഞ്ഞു, 5 വിഭാഗം ടോക്കൺസ് ഉണ്ട്. അവ കീവേഡ്സ്, ഐഡൻറ്റിഫയേഴ്സ്, ലിറ്ററൽസ്, പങ്ക്ച്വേറ്റേഴ്സ്, ഓപ്പറേറ്റേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ താഴെ കുറച്ച് ടോക്കണുകൾ, C++ പ്രോഗ്രാമിൽ ഉപയോഗിക്കുന്ന കുറച്ച് ടോക്കണുകൾ തന്നിട്ടുണ്ട്. ആ ടോക്കണുകൾ ഏത് വിഭാഗത്തിൽ പെടുന്നു എന്ന് നോക്കാനാണ് ചോദ്യം. ഒന്നാമത്തത് നമ്പർ എന്ന് പറയുന്നത് നമുക്കറിയാം, ഇറ്റ്സ് എൻ ഐഡൻറ്റിഫയർ. ദെൻ 23.98 ഇതൊരു ലിറ്ററലാണ് അല്ലെങ്കിൽ കോൺസ്റ്റൻ്റ് ആണ്, ഒരു ഫ്ലോട്ടിംഗ് പോയിൻ്റ് കോൺസ്റ്റൻ്റ് ആണ്. ദെൻ /0 ഡബിൾ കോട്ട്സിലാണ് എഴുതിയിട്ടുള്ളത്. ഡബിൾ കോട്ട്സിൽ എഴുതി കഴിഞ്ഞാൽ അതിനെ നമ്മൾ സ്ട്രിങ് ലിറ്ററൽ എന്നാണ് പറയുക. സിംഗിൾ ക്യാരക്ടർ ആണ് എങ്കിലും അത് ഡബിൾ കോട്ട്സിൽ എഴുതിയതുകൊണ്ട് ഇറ്റ്സ് എ സ്ട്രിങ് ലിറ്ററൽ, ഒരു ലിറ്ററലാണ്. സീൻ ഐഡൻറ്റിഫയർ ആണ്. ++ ഓപ്പറേറ്ററാണ്. വോയിഡ് ഇറ്റ്സ് എ കീവേഡ്. സിംഗിൾ കോട്ട്സിൽ ഡബിൾ സ്ലാഷ് ഇട്ടുണ്ട്. ഇറ്റ് റെപ്രസെൻറ്റ് ദ എസ്കേപ്പ് സീക്വൻസ് സ്ലാഷ്. അത് ഒരു ലിറ്ററലാണ്, ക്യാരക്ടർ ലിറ്ററലാണ്. ദെൻ സെമികോളൻ ഇറ്റ്സ് എ പങ്ക്ച്വേറ്റർ. സ്റ്റേറ്റ്മെൻറ്റുകൾ അവസാനിച്ചു എന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഡീലിമിറ്ററാണ് സെമികോളൻ. സോ ഇറ്റ്സ് എ പങ്ക്ച്വേറ്റർ. ഈക്വൽ ടു ഇതൊരു അസൈൻമെൻറ്റ് ഓപ്പറേറ്ററാണ്. ഇതൊരു ഐഡൻറ്റിഫയറാണ്. ആ ടേബിൾ കൊടുത്തിട്ടുണ്ട്. കീവേഡ്സ്, വോയിഡ് കീവേഡാണ്. ഐഡൻറ്റിഫയേഴ്സ് വിഭാഗത്തിൽ നമ്മൾ നമ്പർ, സീൻ, എന്നിവ അതിൽ ഉൾപ്പെടുത്തി. ലിറ്ററൽസ് 23.98, /0, // ഇവയൊക്കെ ലിറ്ററൽ. ഓപ്പറേറ്റേഴ്സിൽ ++, ഈക്വൽ ടു, പങ്ക്ച്വേറ്റേഴ്സിൽ സെമിക്കോളൻ. അടുത്ത ചോദ്യം: വാട്ട് ഈസ് ദ റോൾ ഓഫ് ഹാഷ് ഇൻക്ലൂഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻ C++ പ്രോഗ്രാം? C++ പ്രോഗ്രാമിൽ ഹാഷ് ഇൻക്ലൂഡിൻ്റെ റോൾ എന്താണ് എന്നുള്ളതാണ്. നമുക്കറിയാം, ഹാഷ് ഇൻക്ലൂഡ് എന്ന് പറയുന്നത് ഒരു പ്രീ പ്രോസസ്സർ ഡയറക്റ്റീവാണ്. പ്രോഗ്രാമിൻ്റെ കമ്പൈലേഷൻ്റെ സമയത്ത് ആവശ്യമായിട്ടുള്ള ഫയലുകളെ നമ്മുടെ പ്രോഗ്രാമിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട്, ലിങ്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രീ പ്രോസസ്സർ ഡയറക്റ്റീവാണ് ഹാഷ് ഇൻക്ലൂഡ്. സോ ഹാഷ് ഇൻക്ലൂഡ് ഈസ് എ പ്രീ പ്രോസസ്സർ ഡയറക്റ്റീവ് ആൻഡ് ഈസ് യൂസ്ഡ് ഫോർ ആഡിങ് ഹെഡർ ഫയൽസ് ടു എ പ്രോഗ്രാം. IOStream, CSTDIO എന്നൊക്കെ പോലെയുള്ള ഹെഡർ ഫയലുകൾ നമ്മുടെ പ്രോഗ്രാമിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രീ പ്രോസസ്സർ ഡയറക്റ്റീവാണ് ഹാഷ് ഇൻക്ലൂഡ്. എക്സാമ്പിൾ: ഹാഷ് ഇൻക്ലൂഡ് IOStream. ഹിയർ IOStream ഈസ് എ ഹെഡർ ഫയൽ. ദെൻ വാട്ട് ഈസ് റോങ് വിത്ത് ദ സ്റ്റേറ്റ്മെൻറ്റ് cin25? cin എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മൾ ഡാറ്റ കീബോർഡിൽ നിന്ന് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഒബ്ജക്റ്റാണ്. std iostream.h എന്ന് പറയുന്ന ഹെഡർ ഫയലിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള std എന്ന് പറയുന്ന നെയിം സ്പേസിലൂടെ നമുക്ക് ലഭ്യമാകുന്ന ഒരു ഒബ്ജക്റ്റാണ് cin. അപ്പോൾ cin കഴിഞ്ഞതിന് ശേഷം സ്ട്രീം എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ അല്ലെങ്കിൽ ഗെറ്റ് ഫ്രം ഓപ്പറേറ്റർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ കൊടുക്കേണ്ടത് ഒരു വേരിയബിളാണ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ തെറ്റ്. നമ്മൾ ഒരിക്കലും ഇവിടെ ലിറ്ററൽ ഉപയോഗിക്കാൻ പാടില്ല. സോ cin ഈസ് യൂസ്ഡ് ടു റീഡ് ഡാറ്റ ത്രൂ കീബോർഡ് and the data read is directed to a variable. So we cannot use a literal or constant after cin. It can be a statement like cin num. ഇതേപോലുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. Then list the type of
modifiers in C++. C++ലെ ടൈപ്പ് ലിസ്റ്റ് ദ ടൈപ്പ് മോഡിഫയേഴ്സ് ഇൻ C++. C++ലെ ഡാറ്റ ടൈപ്സ് ആയിട്ടുള്ള ഫണ്ടമെൻ്റൽ ഡാറ്റ ടൈപ്സ് ആയിട്ടുള്ള ഇൻറ്റ്, ഫ്ലോട്ട്, ക്യാർ ഇവയുടെയൊക്കെ ഡബിൾ ഇവയുടെയൊക്കെ റേഞ്ച് മാറ്റാൻ വേണ്ടിയിട്ട് അതിൽ സ്റ്റോർ ചെയ്യുന്ന നമ്പേഴ്സിൻ്റെ ഫ്രം ടു അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് ഒക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കീവേഡ്സിനെയാണ് നമ്മൾ ടൈപ്പ് മോഡിഫയേഴ്സ് എന്ന് പറയുക. അവ സൈൻഡ്, അൺസൈൻഡ്, ഷോർട്ട്, ലോങ് ഇവയാണ് ടൈപ്പ് മോഡിഫയേഴ്സ്. ദെൻ കംസ് പേജ് നമ്പർ 23-ൽ ഉള്ള ചോദ്യമാണ് വാട്ട് ആർ ദ സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഇൻ C++. സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റുകൾ C++ലെ സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റുകൾ ഈഫ്, സ്വിച്ച് ഇവയാണ് സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റുകളായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇവയാണ് നമ്മൾ ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇവ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെടുന്നതാണ്. സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഈഫ് അതുപോലെ സ്വിച്ച് ഇവ രണ്ടുമാണ് സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്. വാട്ട് ആർ ദ കമ്പോണൻസ് ഓഫ് ലൂപ്പ്. ഒരു ലൂപ്പിൻ്റെ ഭാഗങ്ങൾ ഏതെല്ലാമാണ്, കമ്പോണൻസ് ഏതെല്ലാമാണ്? ഒരു ലൂപ്പിന് ഇനീഷ്യലൈസേഷൻ ഉണ്ടാവും, കണ്ടീഷൻ ചെക്കിങ് അല്ലെങ്കിൽ ടെക്സ്റ്റ് എക്സ്പ്രഷൻ ഉണ്ടാവും, അപ്ഡേഷൻ ഓഫ് കൺട്രോൾ വേരിയബിൾ ഉണ്ടാവും, ബോഡി ഓഫ് ലൂപ്പ് ഉണ്ടാവും. ഇത്രയും കാര്യങ്ങൾ അതിലുണ്ടാവും. ഇനീഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഒരു ലൂപ്പിനൊരു കൺട്രോൾ വേരിയബിൾ ഉണ്ടാവും. അതിൻ്റെ സ്റ്റാർട്ടിംഗ് വാല്യൂ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഇനീഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. ദെൻ കണ്ടീഷൻ ചെക്കിങ് ഓർ ടെസ്റ്റ് എക്സ്പ്രഷൻ, ആ ലൂപ്പ് അതിൻ്റെ ഇനിയും അത് ആവർത്തിക്കേണ്ടതുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന എക്സ്പ്രഷൻ. അപ്ഡേഷൻ, കൺട്രോൾ വേരിയബിളിന് ഓരോ പ്രാവശ്യവും അതിൻ്റെ ബോഡി എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് അത് അത്രയും തവണ എക്സിക്യൂട്ട് ചെയ്തു എന്ന് വരുത്താൻ വേണ്ടി നമ്മൾ കൺട്രോൾ വേരിയബിളിൽ മാറ്റം വരുത്തുന്നു, അതിനാണ് അപ്ഡേഷൻ എന്ന് പറയാം. ദെൻ ബോഡി ഓഫ് ലൂപ്പ്, ആവർത്തിച്ച് ചെയ്യേണ്ട ഭാഗം. ഇത്രയും ഭാഗങ്ങളാണ് ഒരു ലൂപ്പിലുണ്ടാവുക. ദെൻ കംസ് ഗീവ് എക്സാമ്പിൾസ് ഫോർ എൻട്രി കൺട്രോൾഡ് ലൂപ്പ്. എൻട്രി കൺട്രോൾഡ് ലൂപ്പിന് എക്സാമ്പിൾ ഫോർ ലൂപ്പും വൈൽ ലൂപ്പുമാണ് C++ലെ എൻട്രി കൺട്രോൾഡ് ലൂപ്പ്. എക്സാമ്പിൾ 1 മുതൽ 10 വരെയുള്ള നമ്പേഴ്സിനെ പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ലൂപ്പാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഫോർ ലൂപ്പാണ്. ഇനീഷ്യലൈസ് ചെയ്യുന്നു എ, ദെൻ എയുടെ വാല്യൂ 10-ൽ താഴെയാണോ 10-ന് തുല്യമോ അതിൽ താഴെയാണോ എന്ന് ചെക്ക് ചെയ്യുന്നു. ഓരോ പ്രാവശ്യവും എയുടെ വാല്യൂ അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നു. ദെൻ അങ്ങനെ ബോഡി എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് 1, 2, 3 എന്ന് പറയുന്ന നമ്പേഴ്സ് 10 വരെ പ്രിൻ്റ് ചെയ്ത് കിട്ടും. ദെൻ ഇതേ ലൂപ്പിനെ തന്നെ നമ്മൾ വൈൽ ലൂപ്പിലേക്ക് കൺവേർട്ട് ചെയ്യാണ്. സോ ഇനീഷ്യലൈസേഷൻ നമ്മൾ പുറത്ത് ചെയ്തു, കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു, ഇവിടെ ബോഡി ഓഫ് ദ ലൂപ്പിൽ എ പ്രിൻ്റ് ചെയ്യിപ്പിക്കുന്നു, ദെൻ A++ അതിൻ്റെ എയുടെ അപ്ഡേഷൻ ചെയ്യിപ്പിക്കുന്നു. സോ ഫോർ ലൂപ്പും വൈൽ ലൂപ്പുമാണ് എൻട്രി കൺട്രോൾഡ് ലൂപ്പ് എന്ന് അറിയപ്പെടുന്നു. ഇനി വിച്ച് കൺട്രോൾ ട്രാൻസ്ഫർ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഈക്വലൻ ടു ദ കണ്ടീഷണൽ ഓപ്പറേറ്റർ. നമുക്കറിയാം ഇതൊരു ടെർണറി ഓപ്പറേറ്ററാണ്, കണ്ടീഷണൽ ഓപ്പറേറ്ററാണ്. ഇതിന് തുല്യമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ് എന്നാണ് ചോദ്യം. അപ്പോൾ കണ്ടീഷണൽ ഓപ്പറേറ്ററിനെ നമുക്ക് ഈഫ് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് മാറ്റി എഴുതാൻ പറ്റും. ഒരു എക്സാമ്പിൾ തന്നിരിക്കുന്നു, ലാർജ് ഈക്വൽ ടു എ ഗ്രേറ്റർ ദാൻ ബി എ ബി. ഈ സ്റ്റേറ്റ്മെൻറ്റ് ഏതിന് ഇക്വലൻ്റ് ആണ്? ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി ലാർജ് ഈക്വൽ ടു എ else large equal to b. But this statement can be replaced by the statement if a greater than b large equal to a else large equal to b. So ഈ കണ്ടീഷണൽ ഓപ്പറേറ്ററിന് തുല്യമായിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം? if സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കാം. All switch statements can be replaced by any form of if statement. State true or false. ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് അത് ട്രൂ ആണോ ഫാൾസ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറയുകയാണ്. എല്ലാ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിനെയും നമുക്ക് ഈഫ് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ചിട്ട് റീപ്ലേസ് ചെയ്യാം. സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്, സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ക്യാൻ ബി റീപ്ലേസ്ഡ് ബൈ ഈഫ് സ്റ്റേറ്റ്മെൻറ്റ്. അതിൻ്റെ വോയിസ് വേഴ്സ് എന്ന് പറഞ്ഞാൽ ഈഫ് സ്റ്റേറ്റ്മെൻറ്റ് എല്ലാം തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് ചെയ്യാൻ കഴിയില്ല. ഈഫ് സ്റ്റേറ്റ്മെൻ്റ് ആണ് കുറച്ചും കൂടെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. ഇനി നമ്മുടെ പേജ് നമ്പർ 29-ൽ വാട്ട് ഈസ് റോങ് വിത്ത് ദ ഫോളോയിങ് കോഡ് സെഗ്മെൻറ്റ്. ഒരു പ്രോഗ്രാം കോഡ് തന്നിട്ടുണ്ട്. ഫോർ ഷോർട്ട് i ഈസ് ഈക്വൽ ടു 1, i ലെസ് ദാൻ 5, ++i. ഫോർ i ഈക്വൽ ടു 5, i ഗ്രേറ്റർ ദാൻ 0,
മൈനസ് മൈനസ് ഐ സി ഔട്ട് ഐ സ്ലാഷ് ടി. ഇതാണ് തന്നിരിക്കുന്ന കോഡ്. ഇതിലെന്താണ് കുഴപ്പം എന്നാണ് ചോദ്യം. വാട്ട് ഈസ് റോങ് വിത്ത് ദ ഫോളോയിങ് കോഡ് സെഗ്മെൻറ്റ്. ഈ കോഡ് സെഗ്മെൻറ്റിനെ നമ്മൾ കുറച്ചും കൂടെ ഒന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു രൂപത്തിലേക്ക് മാറ്റി എഴുതുകയാണ്. സെയിം ലൂപ്പ് തന്നെയാണ്, പക്ഷേ നമ്മൾ കേളി ബ്രേസസ് ഒക്കെ ഇട്ടിട്ട് അത് ബ്ലോക്സ് ആക്കിയിട്ട് തിരിക്കുകയാണ്. ഫോർ ഷോർട്ട് ഐ ഈസ് ഈക്വൽ ടു ഐ ലെസ് ദാൻ 5 പ്ലസ് പ്ലസ് ഐ. ഇതാണ് ഇന്നർ ലൂപ്പ്. എഗെയിൻ ഇവിടെ നമ്മൾ കാണുന്നത് ഇവിടെയും ഐ ആണ്, ഇവിടെയും ഐ ആണ്. സോ ഇവിടെ ഇനീഷ്യലൈസ് ചെയ്തിട്ട് വരികയാണ്. ഐയുടെ വാല്യൂ 1 ആയിട്ട് ഇനീഷ്യലൈസ് ചെയ്ത് വരുന്നു. എന്നിട്ട് വീണ്ടും ഉള്ളിലേക്ക് ഈ ലൂപ്പിലേക്ക് കയറുന്ന സമയത്ത് ഐയുടെ വാല്യൂ വീണ്ടും ഇനീഷ്യലൈസ് ചെയ്യണം. അപ്പോൾ ഈ ഐയുടെ 1 എന്ന് ഇനീഷ്യലൈസ് ചെയ്യുന്ന വാല്യൂ ഇവിടെ ഇനീഷ്യലൈസ് ചെയ്യുന്നതോടുകൂടി നഷ്ടപ്പെട്ടു പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് സംഭവിക്കാൻ പോകണമെന്ന് വെച്ചാൽ ഇന്നർ ലൂപ്പ് 5 മുതൽ 1 വരെ എക്സിക്യൂട്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് 5 4 3 2 1 എന്ന് പ്രിൻ്റ് ചെയ്യും. അങ്ങനെ ഈ ലൂപ്പിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് ഐയുടെ വാല്യൂ 0 ആയിരിക്കും. അങ്ങനെ ഇവിടെ എത്തുന്ന സമയത്ത് ഐ പ്ലസ് പ്ലസ് എന്ന് പറയുന്നത് ഐയുടെ വാല്യൂ 1 ആകുന്നു. 1 ലെസ് ദാൻ 5 ട്രൂ ആണ്. അപ്പോൾ വീണ്ടും ഇതിൻ്റെ ഉള്ളിലേക്ക് തന്നെ വരുന്നു. ഇവിടെ വീണ്ടും 5 4 3 2 1 എന്ന് പ്രിൻ്റ് ചെയ്യുന്നു. അപ്പോൾ വീണ്ടും ഐയുടെ വാല്യൂ 0യിലേക്ക് റീസെറ്റ് ചെയ്യപ്പെടുന്നു. വീണ്ടും മുകളിലെത്തുന്ന സമയത്ത് ഐ പ്ലസ് പ്ലസ് ഐ 1 ആകുന്നു. എന്ന് പറഞ്ഞാൽ ഇതൊരു ഇൻഫിനിറ്റ് ലൂപ്പിലേക്ക് പോകും. ഈ ലൂപ്പ് പ്രോഗ്രാം അവസാനിക്കില്ല. ഹിയർ ബോത്ത് ഇന്നർ ആൻഡ് ഔട്ടർ ലൂപ്പ് യൂസസ് കൺട്രോൾ വേരിയബിൾ ഐ. രണ്ടും സെയിം കൺട്രോൾ വേരിയബിൾ ആണ് ഉപയോഗിക്കുന്നത്. ഈച്ച് ടൈം ദ ഇന്നർ ലൂപ്പ് ഈസ് എക്സിക്യൂട്ടഡ് വാല്യൂ ഓഫ് ഐ ഗെറ്റ് റീസെറ്റ് ടു 0. ഓരോ പ്രാവശ്യം ഇന്നർ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്തും ഐയുടെ വാല്യൂ 0 ആയിട്ട് റീസെറ്റ് ചെയ്യപ്പെടും. സോ ദ പ്രോഗ്രാം വിൽ നെവർ റീച്ച് ആൻ എൻഡ്. പ്രോഗ്രാം അവസാനിക്കുകയില്ല. ദ ഔട്ടർ ലൂപ്പ് വിൽ ബി ആൻ ഇൻഫിനിറ്റ് ലൂപ്പ്. ഔട്ടർ ലൂപ്പ് ഒരു ഇൻഫിനിറ്റ് ലൂപ്പായിട്ട് മാറും. Now distinguish between break and continue statement. ബ്രേക്കും കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റും ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. ബ്രേക്ക് നമുക്കറിയാം 2 സ്ഥലങ്ങളിൽ നമ്മൾ ബ്രേക്ക് ഉപയോഗിക്കാറുണ്ട്. അത് നമ്മൾ സ്വിച്ചിൻ്റെ കൂടെ ഉപയോഗിക്കും, അതുപോലെ ലൂപ്പിൻ്റെ കൂടെ ഉപയോഗിക്കും. ഒരു കേസ് എക്സിക്യൂട്ട് ചെയ്തിട്ട് ആ കേസിന് ശേഷം സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പുറത്തേക്ക് ജമ്പ് ചെയ്യാൻ നമ്മൾ ബ്രേക്ക് ഉപയോഗിക്കും. അതുപോലെ തന്നെ ഒരു ലൂപ്പ് അതിൻ്റെ എക്സിക്യൂഷൻ അതിൽ പറഞ്ഞിരിക്കുന്ന അത്രയും പൂർണ്ണമായും എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ലൂപ്പ് അവസാനിച്ച് പുറത്തേക്ക് ജമ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പോഴും അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ബ്രേക്ക് ഉപയോഗിക്കും. സോ ബ്രേക്ക് യൂസ്ഡ് ടു ടേക്ക് കൺട്രോൾ ഔട്ട് ഓഫ് ലൂപ്പ് ആസ് വെൽ ആസ് ഫ്രം സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്. ലൂപ്പിൽ നിന്ന് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ടും സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ബ്രേക്ക് ഉപയോഗിക്കും. ദെൻ ബ്രേക്ക് ബ്രേക്സ് എക്സിക്യൂഷൻ ഓഫ് എ ലൂപ്പ് ബിഫോർ ടെക്സ്റ്റ് എക്സ്പ്രഷൻ ബിക്കം ഫാൾസ്. ടെക്സ്റ്റ് എക്സ്പ്രഷൻ ഫാൾസ് ആവുന്നതിൻ്റെ മുമ്പ് തന്നെ ലൂപ്പിൽ നിന്ന് പുറത്തേക്ക് ജമ്പ് ചെയ്യാൻ വേണ്ടി നമുക്ക് ബ്രേക്ക് ഉപയോഗിക്കാം. Take program control out of switch statement after executing a case statement or block. സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് ഒരു ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം, ഒരു കേസ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ബ്രേക്ക് ഉപയോഗിക്കും. ഇനി വാട്ട് അബൌട്ട് കണ്ടിന്യൂ? കണ്ടിന്യൂ യൂസ്ഡ് ഓൺലി വിത്ത് ലൂപ്സ്. ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കൂടെ മാത്രമാണ് നമ്മൾ കണ്ടിന്യൂ ഉപയോഗിക്കുന്നത്. ടേക്സ് ദ കൺട്രോൾ ഔട്ട് ഓഫ് ദ ലൂപ്പ് ബൈ സ്കിപ്പിംഗ് റിമൈനിങ് പാർട്ട് ഓഫ് ദ ലൂപ്പ്. takes the control out of the loop alla control to the top of loop, loopinte മുകളിലേക്ക് by skipping remaining part of the loop. ലൂപ്പിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് തന്നെ അത് റീസെറ്റ് മുകളിലേക്ക് ജമ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കണ്ടിന്യൂ ഉപയോഗിക്കുന്നത്. അതിന് ശേഷം ആ ബോഡി ഓഫ് ദ ലൂപ്പിലെ ഒരു പർട്ടിക്കുലർ പാർട്ട് ഒഴിവാക്കിയിട്ട് ലൂപ്പ് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത് ഉപയോഗിക്കുന്നത്. പ്രോഗ്രാം കൺട്രോൾ ഗോസ് ഔട്ട്സൈഡ് ഓൺലി വെൻ ദ ടെസ്റ്റ് എക്സ്പ്രഷൻ ഓഫ് ദ ലൂപ്പ് റിട്ടേൺ ഫാൾസ്. ഈ കണ്ടിന്യൂ ഉണ്ടെങ്കിലും എന്താ സംഭവിക്കുക? പ്രോഗ്രാമിൻ്റെ ലൂപ്പ് മുഴുവനായിട്ടും എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും ലൂപ്പിന് പുറത്തേക്ക് പോവുക. പക്ഷേ ലൂപ്പിൻ്റെ ബോഡിയിലെ ചില ഭാഗങ്ങൾ സ്കിപ്പ് ചെയ്തിട്ട് ലൂപ്പ് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കുക. ഇനി നമുക്ക് പേജ് നമ്പർ 30-ൽ the default case in which in switch is equivalent to the else block of the else if ladder. Justify this statement with the help of an example.
സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിലെ ഏറ്റവും അവസാനം നമ്മൾ എഴുതുന്ന ഒരു ഭാഗമാണ് ഡിഫോൾട്ട് എന്ന് പറഞ്ഞിട്ട്. മുകളിലെ കേസുകളെല്ലാം തന്നെ ഫോൾസായി വന്നു കഴിഞ്ഞാൽ നമ്മൾ അതൊന്നുമല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യേണ്ട ഭാഗം എന്ന് പറഞ്ഞ് എഴുതുന്നതാണ് ഡിഫോൾട്ട്. അതേപോലെയാണ് ഈഫ് എൽസ് ഇഫ് ലാഡറിലെ ഏറ്റവും അവസാനം കിടക്കുന്ന എൽസ്, ഇത് ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അത് ശരിയാണ്. നമ്മളൊരു എക്സാമ്പിൾ പ്രോഗ്രാം നോക്കുക. സോ ഹിയർ വി ഹാവ് സ്വിച്ച് ഉപയോഗിച്ചിട്ടുള്ളൊരു പ്രോഗ്രാം. എ ആണ് യൂസർ ഇൻപുട്ട് ചെയ്യുന്നതെങ്കിൽ എ, ബി ഓർ സി ഓർ ഡി ഇൻപുട്ട് ചെയ്യാൻ പറയുന്നു. സ്വിച്ചിനെ ബേസ് ചെയ്തിട്ട് സ്വിച്ച് ചെയ്യാൻ പറയുന്നു. എ ആണ് ഇൻപുട്ട് ചെയ്തതെങ്കിൽ അബാക്കസ് എന്ന് പ്രിൻറ്റ് ചെയ്യണം. ബി ആണ് എങ്കിൽ ബൈനറി എന്ന് പ്രിൻറ്റ് ചെയ്യണം. സി ആണെങ്കിൽ കമ്പ്യൂട്ടർ, ഡി ആണെങ്കിൽ ഡീബഗിങ്. ഇനി എയും ബിയും സിയും ഡിയും അല്ല യൂസർ ഇൻപുട്ട് ചെയ്തത് എങ്കിൽ ഇവിടെ ഈ കണ്ടീഷൻ തെറ്റുന്നു, ഇതും തെറ്റുന്നു, ഇതും തെറ്റുന്നു, ഇങ്ങനെ 4 കണ്ടീഷൻ തെറ്റിക്കഴിഞ്ഞാൽ ഇതൊന്നുമല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യേണ്ട പാർട്ടാണ് ഡിഫോൾട്ട് എന്ന് എഴുതിയിട്ട് കൊടുത്തിരിക്കുന്ന ഭാഗം. സോ എ, ബി ഓർ സി, ഡി, എ, ബി, സി ഓർ ഡി ഈ 4 ഇൻപുട്ടും അല്ല കൊടുക്കുന്നത് എങ്കിൽ ദ ഔട്ട്പുട്ട് വിൽ ബി ഇൻവാലിഡ് ഇൻപുട്ട്. ഇങ്ങനെയായിരിക്കും ഇൻപുട്ട് ഔട്ട്പുട്ട് വരിക. എന്ന് പറഞ്ഞാൽ ഈ 4 കേസസും കണ്ടീഷനും തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഇത് എക്സിക്യൂട്ട് ചെയ്യാം. എന്തായാലും ഇത് എക്സിക്യൂട്ട് ചെയ്യാം. ഇതേപോലെ ഈ പ്രോഗ്രാമിനെ നമ്മൾ മാറ്റി എഴുതുകയാണ് ഈഫ് സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ട്. ഈഫ് സി എച്ച് ഈക്വൽ ടു എ, സി ഔട്ട് അബാക്കസ്. എൽസ് ഇഫ് സി എച്ച് ഈക്വൽ ടു ബി, ബൈനറി. എൽസ് ഇഫ് സി എച്ച് ഈക്വൽ ടു സി, കമ്പ്യൂട്ടർ. എൽസ് ഇഫ് സി എച്ച് ഈക്വൽ ടു ഡി, ഡീബഗ്. അപ്പോൾ എ ആണെങ്കിൽ അബാക്കസ്, ബി ആണെങ്കിൽ ബൈനറി, സി ആണെങ്കിൽ കമ്പ്യൂട്ടർ, ഡി ആണെങ്കിൽ ഡീബഗിങ്. ഇതൊന്നും അല്ലെങ്കിൽ എൽസ്. ഈ 4 കണ്ടീഷൻ തെറ്റിക്കഴിഞ്ഞാൽ എൽസ് ഇൻവാലിഡ് ഇൻപുട്ട്. സോ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിലെ ഡിഫോൾട്ട് എൽസ് ഇഫ് ലാഡറിലെ ഏറ്റവും അവസാനത്തെ എൽസിന് തുല്യമാണ് എന്ന് പറയുന്നത് ശരിയാണ്. ഇനി നമുക്ക് അടുത്ത ചോദ്യം, വാട്ട് വിൽ ബി ദ ഔട്ട്പുട്ട് ഓഫ് ദി ഫോളോയിങ് കോഡ് ഫ്രാഗ്മെൻറ്റ്. ഈ കോഡിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും എന്നാണ് ചോദ്യം. സോ ഹിയർ ഫോർ ഔട്ടർ equal to 10, outer greater than 5, minus minus outer, inner equal to 1, inner less than 4, plus plus inner, cout outer slash t inner end line. For better understanding we can write ഈ കോഡിനെ നമ്മൾ ഒന്നും കൂടെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ബ്ലോക്ക് ആക്കിയിട്ട്, ഇത് നെസ്റ്റഡ് ലൂപ്പാണ്. ആ നെസ്റ്റഡ് ലൂപ്പിനെ കുറച്ചും കൂടെ ഒന്ന് നന്നായിട്ട് എഴുതുകയാണ്. ഔട്ടർ 10 മുതൽ 6 വരെ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഔട്ടർ എന്ന് പറയുന്ന കൺട്രോൾ വേരിയബിളിൻ്റെ വാല്യൂ 10 to 6 വരെയാണ് ചെയ്യുന്നത്. ഗ്രേറ്റർ ദാൻ 5 വരെ 10, 9, 8, 7, 6 അത്രയും തവണ ഔട്ടർ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യും. അങ്ങനെ ഓരോ തവണ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്തും ഇന്നറിലേക്ക് പോയിട്ട് ഇന്നർ എന്ന് പറയുന്ന കൺട്രോൾ വേരിയബിളുള്ള ഇന്നർ ലൂപ്പ് 1 മുതൽ 3 വരെ ചെയ്യുന്നു. 1, 2, 3 ആണ് ചെയ്യുക. കാരണം ലെസ് ദാൻ 4 ആണ് കൊടുത്തിരിക്കുന്നത്. ഓരോ പ്രാവശ്യം 1 വീതം ഇന്നർ എന്ന് പറയുന്ന കൺട്രോൾ വേരിയബിളിൻ്റെ വാല്യൂ മാറുന്നു. സോ ഇന്നർ ലൂപ്പ് ഓരോ പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യുന്നത് 1, 2, 3 1, 2, 3 എന്നുള്ള രീതിയിലാണ്. ഔട്ടർ ലൂപ്പ് 10 എന്ന് പറയുന്ന വാല്യൂ വെച്ചിട്ട് ഇത് 1, 2, 3 ചെയ്യും. 9 ആവുമ്പോഴും 1, 2, 3 ചെയ്യും. അങ്ങനെ 6 ആവുന്നത് വരെ 1, 2, 3 ചെയ്യും. എന്നിട്ട് എന്താ പ്രിൻറ്റ് ചെയ്യാൻ പറഞ്ഞത്? ഔട്ടർ പ്രിൻറ്റ് ചെയ്യണം, ഇന്നർ പ്രിൻറ്റ് ചെയ്യണം. ഈ 2 വാല്യൂ പ്രിൻറ്റ് ചെയ്തിട്ട് അടുത്ത ലൈനിലേക്ക് വരണം. അപ്പോൾ ഔട്ടർ, ഒന്നാമത്തെ കേസിൽ ഔട്ടർ ഇസ് 10. അങ്ങനെ 10 ആയിക്കൊണ്ട് ഇന്നർ ലൂപ്പിലേക്ക് പ്രവേശിക്കുന്നു. അത് 10, ഇന്നറിൻ്റെ വാല്യൂ 1. അപ്പോൾ 10, 1 എന്ന് പ്രിൻറ്റ് ചെയ്യും. എന്നിട്ട് വീണ്ടും ഇത് കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ വീണ്ടും 10, 2 എന്ന് പ്രിൻറ്റ് ചെയ്യും. ദെൻ 10, 3 എന്ന് പ്രിൻറ്റ് ചെയ്യും. ഈ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും മുകളിലേക്ക് പോകും. ഔട്ടർ മൈനസ് മൈനസ് എന്ന് പറഞ്ഞാൽ ഔട്ടർ 9 ആവും. 9 ആയിക്കൊണ്ട് ഉള്ളിലേക്ക് വരും. അഗെയിൻ പ്രിൻറ്റ് ചെയ്യുമ്പോൾ 9, 1, 9, 2, 9, 3. So value of variable outer will be 10, 9, 8, 7, 6. When outer is 10, the inner loop will with the control variable inner executes 3 times as the value of inner varies like 1, 2, 3. Then this repeats for values of outer with 9, 8, 7 and 6. So the output will be 10, 1, 10, 2, 10, 3, 9, 1, 9, 2, 9, 3, 8, 1, 8, 2, 8, 3 and so on up to 6, 1, 6, 2, 6, 3. So this will be the output. Now write a C+ program to produce the following output using nested loop.
എ ബി എ ബി എ ബി സി എ ബി സി ഡി എ ബി സി ഡി നെസ്റ്റഡ് ലൂപ്പ് ഉപയോഗിച്ചിട്ട് ഈ ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്. ഇപ്പോൾ നമ്മളതിൻ്റെ പ്രോഗ്രാം എഴുതിയിരിക്കുകയാണ്. ഹാഷ് ഇൻക്ലൂഡ് നെയിം സ്പേസ് കാര്യങ്ങൾ കൊടുത്തു. 2 കൺട്രോൾ വേരിയബിൾ ഐ, ഹിയർ ഇറ്റ് ഈസ് സ്മോൾ ഐ ജെ, ദെൻ കാർ സി എച്ച്, നമ്മൾ എ ബി സി ആണ് പ്രിൻറ്റ് ചെയ്യേണ്ടതെന്നുള്ള ഒരു ക്യാരക്ടർ വേരിയബിൾ ഉപയോഗിച്ചു. ഔട്ടർ ലൂപ്പ് 5 ടൈംസ്, കാരണം 1 2 3 പല ലോജിക്കിലും നമുക്ക് ഈ പ്രോഗ്രാം എഴുതാം, പല രീതിയിലും നമുക്ക് എഴുതാം. ഇവിടെ ഫോർ ലൂപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത്, ഏത് രീതിയിൽ വേണമെങ്കിലും ആവാം. ഈ പ്രോഗ്രാം ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാണ്. ഐ ജെ എന്ന് പറയുന്ന 2 കൺട്രോൾ വേരിയബിൾസ് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നു. ക്യാരക്ടർ സി എച്ച് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ വേരിയബിൾ. ഔട്ടർ ലൂപ്പ് നമുക്ക് 1 2 3 4 5 ടൈംസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഔട്ടർ ലൂപ്പിനെ 1 to 5 വരെ എക്സിക്യൂട്ട് ചെയ്യുന്ന രീതിയിൽ ഔട്ടർ ലൂപ്പ് എഴുതി കഴിഞ്ഞു. ദെൻ സി എച്ച് ഈക്വൽ ടു എ, നമുക്ക് പ്രിൻറ്റ് ചെയ്യേണ്ടത് എ ബി സി ഡി ഇ എന്നാണ്. സി എച്ച് എ എന്ന് കൊടുത്തു. ഫോർ ജെ ഈക്വൽ ടു 1 ജെ ലെസ് ദാൻ ഐ ജെ പ്ലസ് പ്ലസ്. ഇന്നർ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് 1 മുതൽ ഐ വരെയാണ്. ഐയുടെ വാല്യൂ 1 ആകുമ്പോൾ 1 പ്രാവശ്യം, ഐയുടെ വാല്യൂ 2 ആകുമ്പം 2 ടൈംസ്, ഐയുടെ വാല്യൂ 3 ആകുമ്പം 3 ടൈംസ്, അങ്ങനെ. അപ്പോൾ ഐയുടെ വാല്യൂ 5 ആവുന്ന സമയത്ത് 1 2 3 4 5 വരെ ടൈംസ് ചെയ്യും. ദെൻ അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന സംഗതി എന്താണ്? സി ഔട്ട് സി എച്ച്. സി എച്ച് എന്താണ്? എ ആണ്. ഫസ്റ്റ് ടൈമിൽ സി എച്ച് എ എന്ന് പ്രിൻറ്റ് ചെയ്യും. ദെൻ സി എച്ച് പ്ലസ് പ്ലസ്. സി എച്ച് പ്ലസ് പ്ലസ് യഥാർത്ഥത്തിൽ ക്യാരക്ടറാണ് എയിൽ സ്റ്റോർ ചെയ്യുന്നതെങ്കിലും ഈ എയുടെ ആസ്കി വാല്യൂ ആണ് ഈ സി എച്ചിനുള്ളിൽ സ്റ്റോർ ചെയ്യുക. എന്ന് പറഞ്ഞാൽ 65 ആയിരിക്കും സ്റ്റോർ ചെയ്യുക. അപ്പോൾ സി എച്ച് പ്ലസ് പ്ലസ് എന്ന് നമുക്ക് പെർഫോം ചെയ്യാം. സി എച്ച് പ്ലസ് പ്ലസ് എന്ന് പെർഫോം ചെയ്യുന്ന സമയത്ത് അതെന്താവും? 66 ആവും. വിച്ച് മീൻസ് അത് ബിക്ക് ഇക്വലൻ്റ് ആണ്. അങ്ങനെ ഇത് മുകളിലേക്ക് പോകുന്നു. ഈ ലൂപ്പ് ഇവിടെ കണ്ടീഷൻ തെറ്റുന്നു. അങ്ങനെ വീണ്ടും ഔട്ടർ ലൂപ്പ് ഐ പ്ലസ് പ്ലസ് ഐയുടെ വാല്യൂ 2 ആവുന്നു. വീണ്ടും സി എച്ച് എ ഇനീഷ്യലൈസ് ചെയ്യുന്നു. ഫോർ ജെ ഈക്വൽ ടു 1 to 2. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം എ പ്രിൻറ്റ് ചെയ്യും. അടുത്ത പ്രാവശ്യം സി എച്ച് പ്ലസ് പ്ലസ് ആവുന്നു, 66 ആവുന്നു. അങ്ങനെ വീണ്ടും സി എച്ച് ഔട്ട്പുട്ട് ചെയ്യുന്ന സമയത്ത് എന്താവും? ബി, 66ൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്യാരക്ടർ ബി ആണ്. ബി പ്രിൻറ്റ് ചെയ്യും. ഇത് റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ എ ബി എ ബി സി എന്ന് നമുക്ക് പ്രിൻറ്റ് ചെയ്ത് കിട്ടും. ദെൻ read the following C++ code snippet for n is equal to 1, n less than 5, plus plus n. C out I, if I equal to 2 continue, if I mod 3 equal to 0 break, C out hello. Choose the correct output of this code from the following. ഇതിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും നമ്മൾ നോക്കുക? n equal to 1, n less than 5, n plus plus. അപ്പോൾ ഈ ഔട്ടർ ലൂപ്പ് 1 മുതൽ, ഈ ലൂപ്പ് ചെയ്യേണ്ടത് 1 മുതൽ 4 വരെയാണ്. n ലെസ് ദാൻ 5 എന്നാണ് കൊടുത്തത്. അപ്പോൾ എന്നിൻ്റെ വാല്യൂ 1 2 3 4 എന്ന് വേരി ചെയ്യും. അപ്പോൾ ദിസ് ഈസ് സപ്പോസ് ടു എക്സിക്യൂട്ട് 4 ടൈംസ്. ഈ ഭാഗം 4 പ്രാവശ്യമാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. അങ്ങനെ എൻ്റെ വാല്യൂ 1 ആയിട്ട് ഇതിൻ്റെ ബോഡി എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് സി ഔട്ട് ഐ എന്ന് പറഞ്ഞാൽ 1 എന്ന് സ്ക്രീനിൽ പ്രിൻറ്റ് ചെയ്യും. ദെൻ പിന്നെ ചെക്ക് ചെയ്യുന്നതാണ് ഇഫ് ഐ ഈക്വൽ ടു 2, ഐ 2 അല്ല, ഐ 1 ആണ്. അപ്പോൾ ഇതിന് എഫക്റ്റ് ഇല്ല, ഈ സ്റ്റേറ്റ്മെൻറ്റിന് എഫക്റ്റ് ഇല്ല. ഇഫ് ഐ മോഡ് 3 ഈക്വൽ ടു 0, ഐനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന റിമൈൻഡർ 0 ആണെങ്കിൽ ലൂപ്പ് അവസാനിപ്പിക്കണം എന്നാണ്, ബ്രേക്ക് ചെയ്യണം എന്നാണ്. അപ്പോൾ അതിനും എഫക്റ്റ് ഇല്ല. അപ്പോൾ ഐയുടെ വാല്യൂ 1 ആണ്. സി ഔട്ട് ഹലോ, അപ്പോൾ നേരത്തെ 1 എന്ന് പ്രിൻറ്റ് ചെയ്തു. ദെൻ സി ഔട്ട് ഹലോ, ഹലോ എന്ന് പ്രിൻറ്റ് ചെയ്യും. 1 ഹലോ എന്നിപ്പോൾ പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞു. ഈ ലൂപ്പ് വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നു. n പ്ലസ് പ്ലസ്, എൻ്റെ വാല്യൂ 2 ആവുന്നു. 2 5നേക്കാൾ താഴെയാണ്. അപ്പോൾ സി ഔട്ട് ഐ, അപ്പോൾ 2 എന്ന് പ്രിൻറ്റ് ചെയ്തു. ഇഫ് ഐ ഈക്വൽ ടു 2, ഐ 2 ആണ് ഇപ്പം. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? കണ്ടിന്യൂ ചെയ്യണം. എന്ന് പറഞ്ഞാൽ ഈ മുകളിൽ നിന്ന് തന്നെ മുകളിലേക്ക് ജമ്പ് ചെയ്യണം. വിച്ച് മീൻസ് ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് ബ്രേക്ക് ചെയ്യണം. അപ്പോൾ ഇപ്പോൾ പ്രിൻറ്റ് ചെയ്തത് എന്നിൻ്റെ വാല്യൂ 2 ആയിരിക്കുന്ന സമയത്ത് ഇപ്പോൾ പ്രിൻറ്റ് ചെയ്തത് എന്താണ്? 2 മാത്രമാണ്. അപ്പോൾ എന്തൊക്കെ കിട്ടി നമുക്ക്? 1 ഹലോ 2 എന്ന് പ്രിൻറ്റ് ചെയ്തു. വീണ്ടും n പ്ലസ് പ്ലസ്, n ബിക്കംസ് 3. ദെൻ സി ഔട്ട് ഐ, അപ്പോൾ 3 പ്രിൻറ്റ് ചെയ്തു. ഇഫ് ഐ ഈക്വൽ ടു 2 അല്ല. ഇഫ് ഐ മോഡ് 3 ഈക്വൽ ടു 0, യെസ്, ഐൻ്റെ വാല്യൂ 3 ആണ്. 3 മോഡ് 3 0 ആണ്. സോ ബ്രേക്ക്, അവിടെ വെച്ചിട്ട് ബ്രേക്ക് ചെയ്യണം. എന്ന് പറഞ്ഞാൽ ലൂപ്പ് ഇനി അവസാനിപ്പിക്കണം. 4 പ്രാവശ്യമാണ് ചെയ്യേണ്ടത്, പക്ഷേ അതിന് മുന്നേ തന്നെ ലൂപ്പ് അവസാനിപ്പിക്കുകയാണ്, ബ്രേക്ക്. അത് പുറത്ത് നിർത്തിപ്പോരും. അപ്പോൾ നമുക്ക് കിട്ടിയ ഔട്ട്പുട്ട് എന്താണ്? 1 ഹലോ 2 3. ഇതാണ് നമുക്ക് കിട്ടിയ ഔട്ട്പുട്ട്. ഇനി തന്നിരിക്കുന്ന അടിയിൽ തന്നിരിക്കുന്ന ചോയ്സിൽ അതുണ്ടോ നോക്കുക. 1 ഹലോ 2 ഹലോ 3 ഹലോ, ഇത് ശരിയല്ല, തെറ്റാണ്. 1 ഹലോ 2 ഹലോ 3 ഇതും തെറ്റാണ്. 1 ഹലോ 2 3 ഇതാണ് നമുക്ക് കിട്ടിയ ആൻസർ. സോ ദിസ് ഈസ് ദ ആൻസർ. 1 hello 2 3 is the answer. Then comes read the following C++ code segment and replace it with a looping statement.
ഒരു ജമ്പ് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് നമുക്കൊരു പ്രോഗ്രാം തന്നിട്ടുണ്ട്. ഇതിനെ ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ചിട്ട് റീപ്ലേസ് ചെയ്ത് എഴുതാനാണ് ചോദ്യം. സീൻ എന്നിൻ്റെ വാല്യൂ ഇൻപുട്ട് ചെയ്യുന്നു. ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ഭാഗമാണ് ആവർത്തിക്കുന്നത്. ഈ r ഈക്വൾ ടു n മോഡ് 10, s is equal to s into 10 plus r, n equal to n by 10, if n not equal to 0 go to loop. ഈ പാർട്ടാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇത്രയും ഭാഗം റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലൂപ്പിൽ നിന്ന് പുറത്ത്, അതായത് ലാസ്റ്റ് പാർട്ടിൽ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ട് നമ്മളിത് റീപ്ലേസ് ചെയ്യാണ്. സോ സീൻ പറഞ്ഞതിന് ശേഷം നമ്മൾ ലൂപ്പ് കൊടുത്തു. r ഈക്വൾ ടു n മോഡ് 10, s is equal to s into 10 plus r, n equal to n by 10. ഇനി ഇവിടെ എത്തുമ്പോൾ നമുക്ക് മുകളിലേക്ക് പോകണം. ഈ കണ്ടീഷൻ നോട്ട് ഈക്വൾ ടു 0 ആണെങ്കിൽ മുകളിലേക്ക് പോകണം. സോ വൈൽ n നോട്ട് ഈക്വൾ ടു 0 അങ്ങനെ കൊടുത്തു. അപ്പോൾ ദിസ് വിൽ ജമ്പ്, മുകളിലേക്ക് ജമ്പ് ചെയ്യും. ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്യും. എപ്പോൾ ഏതുവരെ? n 0 ആവുന്ന വരെ. n നോട്ട് ഈക്വൾ ടു 0 ആണെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യും. n 0 ആവുന്ന സമയത്ത് അത് സ്റ്റോപ്പ് ചെയ്യും. സി ഔട്ട് എസ്. സോ ഇതിനെ നമുക്ക് ഈ ലൂപ്പ് കൊണ്ട് റീപ്ലേസ് ചെയ്യാം. വളരെ സിമ്പിളായിട്ട് ചെയ്തത്. ഈ റിപ്പീറ്റ് ചെയ്യേണ്ട ഭാഗത്ത് നമ്മൾ എടുത്തിട്ട് ഒരു ഡു ലൂപ്പിൻ്റെ ബോഡി ആയിട്ട് എഴുതി. എന്നിട്ട് ഇവിടുന്ന് ഡു ലൂപ്പ് ചെയ്യുന്നത് അവസാനിക്കുന്ന സമയത്ത് വീണ്ടും കണ്ടീഷൻ നോക്കിയിട്ട് മുകളിലേക്ക് ജമ്പ് ചെയ്യാണ്. അപ്പോൾ അവിടെ നമ്മൾ ഈ കണ്ടീഷൻ ഇതേപോലെ അവിടെ ചെയ്ത് n നോട്ട് ഈക്വൾ ടു 0 എന്നവിടെ കണ്ടീഷനായി കൊടുത്തു. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആണെങ്കിൽ മുകളിലേക്ക് ജമ്പ് ചെയ്യും. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ക്യാരക്ടർ കോൺസ്റ്റൻറ്റ് ഇൻ C++? ഇതിലേതാണ് ക്യാരക്ടർ കോൺസ്റ്റൻ്റ് അല്ലാത്തത്? രണ്ട് തരം കോൺസ്റ്റൻ്റ് ആണ്. ഒന്നുകിൽ നമുക്ക് ഒരു ക്യാരക്ടർ സിംഗിൾ കോട്സിൻ്റെ ഉള്ളിൽ എഴുതിയതുണ്ടാവും, അതല്ലെങ്കിൽ എസ്കേപ്പ് സീക്വൻസ് ക്യാരക്ടേഴ്സ് ഉണ്ടാവും. അപ്പോൾ /t ഒരു എസ്കേപ്പ് സീക്വൻസ് ക്യാരക്ടറാണ്, എ ഒരു ക്യാരക്ടറാണ്, 9 എന്ന് പറയുന്ന ഡിജിറ്റ് ആണെങ്കിൽ അത് ഈ സിംഗിൾ കോട്സിൽ ഇടുമ്പോൾ ക്യാരക്ടറാണ്. ഒരു ക്യാരക്ടറിൽ 9a എന്ന് പറയുന്നത് ഒരിക്കലും ക്യാരക്ടറായിട്ട് വരില്ല. സോ ദിസ് ഈസ് ദ ക്യാരക്ടർ അല്ലാത്തത് ഏതാണെന്ന് ചോദിച്ചാൽ ആൻസർ ഇതാണ് 9. ദെൻ some of the following identifiers are invalid. Identify them and give the reason for invalidity. ഇതിൽ തന്നിരിക്കുന്ന ചില ഐഡൻറ്റിഫയേഴ്സ് എന്താണ്? ഇൻവാലിഡ് ആണ്. അതിൻ്റെ റീസൺ ആണ് ചോദിക്കുന്നത്. അൺസൈൻഡ് എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു ഡാറ്റ ടൈപ്പ് മോഡിഫയർ ആണ്, ഒരു കീവേഡാണ്. സോ കീവേഡ് നമ്മൾ എന്തായിട്ട് ഉപയോഗിക്കാൻ പാടില്ല? ഐഡൻറ്റിഫയറായിട്ട് ഉപയോഗിക്കാൻ പാടില്ല. അതാണ് അതിൻ്റെ റീസൺ. രണ്ടാമത്തത് CPP-നെ നമുക്ക് ഐഡൻറ്റിഫയർ ആയിട്ട് ഉപയോഗിക്കാം. ഐഡൻറ്റിഫയറിൻ്റെ റൂൾസ് ആൽഫബറ്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്യണം. ആൽഫബറ്റും ഡിജിറ്റ്സും അണ്ടർസ്കോറും നമുക്ക് ഉപയോഗിക്കാം. ഇത്രയും കാര്യങ്ങളാണ്. സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ ആ റൂള് ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സോ CPP ക്യാൻ ബി യൂസ്ഡ് ആസ് എൻ ഐഡൻറ്റിഫയർ. നം ഇതിൽ 2 വെച്ചിട്ടാണ് ഈ ഐഡൻറ്റിഫയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡിജിറ്റ് വെച്ചിട്ട് ഐഡൻറ്റിഫയർ സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. സി ഔട്ടിനെ നമുക്ക് ഐഡൻറ്റിഫയർ ആയിട്ട് ഉപയോഗിക്കാം. സോ ഇവിടെ ഇൻവാലിഡ് ആയിട്ടുള്ളത് അൺസൈൻഡ് ഒരു കീവേഡാണ്. നം സ്റ്റാർട്ട്സ് വിത്ത് ഡിജിറ്റ്. ദെൻ വാട്ട് ഹാപ്പൻസ് ഇഫ് ബ്രേക്ക് ഈസ് നോട്ട് യൂസ്ഡ് ഇൻ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്? സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിൽ ബ്രേക്ക് ഉപയോഗിച്ചിട്ടില്ല എങ്കിൽ എന്തു സംഭവിക്കും എന്നാണ് ചോദ്യം. എന്ത് സംഭവിക്കും? സ്വിച്ച് നമുക്കറിയാം. സ്വിച്ച് കൊടുത്തിരിക്കുന്ന എക്സ്പ്രഷന് ഇവാലുവേറ്റ് ചെയ്ത് കിട്ടുന്ന വാല്യൂ ഏതെങ്കിലും കേസിൽ മാച്ച് ചെയ്യുകയാണെങ്കിൽ ആ കേസ് നേരെയുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ എക്സിക്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുക. എന്നിട്ട് ബ്രേക്ക് കാണുമ്പം ആ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പുറത്തേക്ക് ജമ്പ് ചെയ്യും. അപ്പോൾ ഇവിടെ നമ്മൾ ബ്രേക്ക് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ഏത് കേസാണോ സാറ്റിസ്ഫൈ ചെയ്യുന്നത് ആ കേസിന് ശേഷമുള്ള എല്ലാ സ്റ്റേറ്റ്മെൻറ്റുകളും എക്സിക്യൂട്ട് ചെയ്യും. സോ ഓൾ ദ കേസസ് ആഫ്റ്റർ മാച്ചിങ് കേസ് വിൽ ബി എക്സിക്യൂട്ടഡ്. ഒന്നാമത്തെ കേസ് തന്നെ മാച്ച് ചെയ്യുകയാണെങ്കിൽ അതിലെല്ലാ കേസസും എന്ത് ചെയ്യും? എക്സിക്യൂട്ട് ചെയ്യും. So these are the questions from textbook. Thank you.